കെ.എസ്.യുവും യൂത്ത് കോൺഗ്രസും ഒക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടെന്ന് മാത്രമല്ല ഈ ഗവൺമെൻറ്റിനെതിരായ പ്രതിഷേധം ശക്തമാക്കി കെ.പി.സി.സിക്ക് പരിപൂർണ്ണ പിന്തുണ നൽകുന്നത് യൂത്ത് കോൺഗ്രസ്സാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ പി.ജെ. കുര്യനെ പോലെ ഒരു മുതിർന്ന നേതാവിന് നടത്തേണ്ടി വരുന്നത്? ഈ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ അത്ര പോരാ എന്നൊരു തോന്നൽ എന്തുകൊണ്ടാണ് മുതിർന്ന നേതൃത്വത്തിന് ഉണ്ടാകുന്നത്? ശരിയാണ്, ഈ വിഷയങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ മറ്റ് ഘടകകക്ഷികളൊക്കെ ഉന്നയിക്കുന്ന പല വിഷയങ്ങൾ CPM പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് CPM കോൺഗ്രസിനെതിരെയാണ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ അതിങ്ങനെ ആയിരിക്കില്ല എന്നത് നമുക്ക് വ്യക്തതയുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത്ര വിമർശന വിധേയമാകാൻ മാത്രം പോരാ കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തിന്റെ പോരാട്ട വീര്യം എന്നെന്തുകൊണ്ടാണ് മുതിർന്ന നേതാക്കൾ കരുതുന്നത്? അല്ല, മുതിർന്ന നേതാക്കൾ കരുതുന്നില്ല മാധു. അത് ശ്രീ പി.ജെ. കുര്യൻ സാറ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് യോഗത്തിൽ ഇത് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സമയത്ത് എന്തായിരുന്നു തോന്നിയിരുന്നതെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഈ കെ.എസ്.യുവും യൂത്ത് കോൺഗ്രസും ഒക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടെന്ന് മാത്രമല്ല ഈ ഗവൺമെൻറ്റിനെതിരായ പ്രതിഷേധം ശക്തമാക്കി കെ.പി.സി.സിക്ക് പരിപൂർണ്ണ പിന്തുണ നൽകുന്നത് യൂത്ത് കോൺഗ്രസ്സാണ്. അപ്പോൾ ആ ഒരു യൂത്ത് കോൺഗ്രസിനെ കൂടുതൽ ഊർജിതമാക്കാൻ ആണോ ശ്രീ കുര്യൻ സാർ പറഞ്ഞത് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ എന്തായാലും ഇത്രയൊക്കെ ഊർജിതമായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് ഉണ്ട്. കാരണം കാലം മാറിയല്ലോ. നേരത്തെ മാധു പറഞ്ഞ പോലെ മിണ്ടിയാൽ പിടിച്ച് ജയിലിലിടുന്ന കാലമാണ്. മാത്രമല്ല കരുതൽ തടങ്കൽ. സമരത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയാണ്. DYFഐയും SFഐയും ഒക്കെ സമരം നടത്തിയ കാലത്ത് ഇതുപോലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റോ ആൻ്റണി കരുണാകരൻ ഗവൺമെൻറ്റുകളോ അവരെ വീട്ടിൽ പോയിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ മിണ്ടിയാൽ അറസ്റ്റ്. അത് മാത്രവുമല്ല, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചാൽ DYFഐയും പോലീസ് ഒരുമിച്ച് നേരിടുന്ന കാലം. ഇതിനെയൊക്കെ അതിജീവിച്ച് 10 യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിൽ ശരി, അവർ രംഗത്ത് വരുന്നുണ്ട്. അവർ ജയിലിൽ കിടക്കുന്നുണ്ട്, അവർക്ക് മർദ്ദനമേൽക്കുന്നുണ്ട്, അവർ ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാരാണെങ്കിലും രംഗത്ത് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ മുതിർന്ന പാർട്ടി നേതാക്കളും പാർട്ടി ഘടകങ്ങളും സംസ്ഥാന നേതൃത്വമൊന്നും കൃത്യമായ പിന്തുണ യൂത്ത് കോൺഗ്രസിന് നൽകുന്നില്ലേ? കേസ് വന്നാൽ, പരിക്കേറ്റാൽ, സമരം ചെയ്താൽ, കിടക്കയിലായി പോയാൽ അതിനുള്ള പിന്തുണ നൽകുന്നില്ലേ? ചികിത്സയ്ക്കോ അല്ലെങ്കിൽ കേസിനെ നേരിടാനുള്ള നിയമസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും കെ.പി.സി.സി അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ CPMൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരം അല്ല കോൺഗ്രസിന് എന്നുള്ളതുകൊണ്ട്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ സംസ്കാരം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അക്രമാസക്തമായ സമരമാണെങ്കിലും അത് ഒറ്റപ്പെട്ട സംഭവമാണ്, അനിവാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും. പക്ഷേ കോൺഗ്രസ് അങ്ങനെ ന്യായീകരിക്കാറില്ല. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം തന്നെ SFഐയുടെ സമരരംഗത്ത് 2 മണിക്കൂർ പോലീസ് നോക്കി നിന്ന് സമരരംഗത്തേക്ക് എത്തിയത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതുപോലത്തെ ഒരു സഹായമൊന്നും കെ.പി.സി.സിയുടെ ഭാഗത്തുണ്ട്. അവരുടെ ഒരു സമരത്തിനൊരു ശൈലിയും ത്യാഗമനോഭാവമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പാരമ്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് പഴയ യൂത്ത് കോൺഗ്രസ് അല്ലിപ്പം അവർ കൂടുതൽ ഊർജ്ജസ്വലെന്ന് മാത്രമല്ല, അവർ അടി കിട്ടാൻ വേണ്ടി അടി കിട്ടി പൊളഞ്ഞാൽ പോലും അവർ സമരരംഗത്ത് വീര്യം കാണിക്കുന്നവരാണ്. അവരുടെ സമരത്തിൽ നിന്ന് കുറച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കുര്യൻ സാറ് പറഞ്ഞത് ഒരു സതുപദേശമാണ്, ഒന്നും കൂടെ ഉഷാറായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ പോലും അത് പറയേണ്ട വേദി കോൺഗ്രസ് വേദി അല്ലല്ലോ. അത് പറയേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പിൻ്റെ വേദിയാണ്. പിന്നെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് കുര്യൻ സാറ് അനവസരത്തിൽ പറഞ്ഞതിന് തെറ്റാണോ ചോദിച്ചാൽ അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞ സാഹചര്യം ഇന്നത്തെ ഇതിന് യോജിക്കുന്നതല്ല. ശരി.